വീണമണി, ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ നവീൻ ബാബു സാറിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന പച്ചക്കള്ളം പറഞ്ഞ പ്രജിത്ത് ഡോക്ടർ, അദ്ദേഹത്തിന് ഇതുവരെ ഈ കേസിൽ ഒരു ഭാഗത്തും പ്രതി ചേർത്തിട്ടില്ല. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പ്രതി ചേർക്കാത്തതിൽ ഒരു ദുഷ്ടലാക്ക് ശരിക്കും ഇതിനകത്തില്ലേ? പറയാമോ? അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് ഓരോ കേസിനും ഓരോ രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അനാസ്ഥകൾ ഈ FIR-ലിടുന്ന സമയത്ത് കോടതിയിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് രഹസ്യാന്വേഷണം വരുന്ന ഒരു ഏർപ്പാട് കോടതിക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പോൾ അതിന് അവരെ ഈ കൊലപാതകികൾ ഈ തന്ത്രം പഠിച്ചിട്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂട്ടിയിട്ട് അവരെ ഇത് കൊലപാതകവും എല്ലാം നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തുവിട്ടു. അത് അവരടക്കം ചെയ്തു. നമ്മുടെ ജയരാജിൻ്റെ ഒരു കർത്തവ്യം അതവിടെ നിർത്തിയെങ്കിലും പ്രജിത്ത് എന്ന ഡോക്ടർ, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രജിത്ത് എന്ന ഡോക്ടർ ADM സാറിനോട് ചെയ്ത അനീതി, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കണ്ണൂരിൽ പരിയാരത്ത് ഒരുപാട് പാവങ്ങളെ ഇതുപോലെ ഡോക്ടറെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിഷയം പ്രധാനപ്പെട്ടതാണ്. ഇത് ബഹുമാനപ്പെട്ട നീതിപീഠം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രജിത്തിൻ്റെ കാര്യത്തിൽ. പാർട്ടി പ്രജിത്തിനെ കൊണ്ട് ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ പാർട്ടി അദ്ദേഹത്തിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യയാക്കി മാറ്റിയിട്ടുള്ള നിരവധി കേസുകൾ കണ്ണൂർ തന്നെ ആശുപത്രിയിൽ തന്നെ ജീവനക്കാർക്ക് അറിയാം. അത് ഈ MP ജയരാജൻ ബോർഡ് മെമ്പറായിരുന്ന സമയത്താണോ കൂടുതലും ഉണ്ടായിരുന്നത്? MP ജയരാജൻ മാത്രമല്ല, ഇതെന്ന് വെച്ചാൽ കണ്ണൂർ കൊലപാതകത്തിൽ പാർട്ടീൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് അവർ ലൈറ്റ് ഓഫ് ആക്കുന്ന, ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കുന്ന, പിറ്റേ ദിവസം പരിയാരത്ത് മാത്രമേ ആശുപത്രി തിരഞ്ഞെടുക്കുള്ളൂ. ആശുപത്രി തിരഞ്ഞെടുത്ത ശ്രീജിത്ത് അല്ലെങ്കിൽ ഈ പ്രജിത്ത്, ഇവർ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തു വിടുന്നു. പാർട്ടിക്കാർ അതെടുത്ത് കത്തിക്കുന്നു. അവർ വരുമ്പോക്കെല്ലാം കണ്ടാൽ വിചാരിക്കും ആ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെയാണ്. പക്ഷേ മേലെ ചിരിക്കുന്നവർ ഉള്ളിൽ ഇവരോടുള്ള ആ ദുഷ്ടലാക്കോടെ ഉപദ്രവിക്കാനും മാത്രമാണ് ചില പാർട്ടി നേതാക്കൾ ചെയ്യുന്ന തന്ത്രങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പ്രജിത്ത് എന്ന വ്യക്തി ഒരു ADM സാറിനെ ഇതുപോലെ നിരുപദ്രവപരമായിട്ട് ഇത്രയും, അതായത് തൻ്റെ ഉദ്യോഗം ചെയ്യേണ്ടത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സമായിട്ടാണ് അയാൾ അത് ചെയ്തു വെച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്തു, ആന്തരികാവയവം പരിശോധിച്ചത് എന്നൊക്കെ ഇല്ലാത്ത നുണ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഒന്നും ചെയ്യാതെ പൊതിഞ്ഞു കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജനങ്ങൾ പോകാൻ പാടില്ല. ഇതുപോലുള്ള രാഷ്ട്രീയത്തിൻ്റെ തെറ്റ് കാണുമ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിയാരത്തെ പ്രജിത്തിനെതിരെ നിയമപരമായിട്ട് പോകാനുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുക വേണ്ടത്. അപ്പോൾ നമുക്കറിയാനുള്ള വേറൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ, ഈ നവീൻ ബാബു സാറിൻ്റെ മരണശേഷം ഈ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. കുറ്റപത്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു. സിദ്ധാർത്ഥൻ എന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ കുട്ടി മരിച്ചപ്പോൾ ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർത്തു. പെട്ടെന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന അവിടുത്തെ ഡീനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വമ്പൻ ഗെയിം കളിച്ചത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു അത് ദൂരെ ബാംഗ്ലൂരോ മറ്റോ ഏതോ ആശുപത്രിയിലാണ് ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചതെന്നും അതൊക്കെ ഒരു കള്ളമാണ് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളറിയുന്ന നമ്മുടെ പത്രപ്രവർത്തകർ സുഹൃത്തുക്കളും പറഞ്ഞത്. അപ്പോൾ ഒരു വേള ഇപ്പോൾ കോടതിയിൽ ഈ കേസിൻ്റെ കുറ്റപത്രം കൊടുത്തു കഴിയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പറയുന്നു പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് പറയുന്നു. വീണമണി, ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കാനും ഇവർ വിചാരിച്ചാൽ നടക്കില്ലേ? ഇല്ല, അത് പരാജയപ്പെടാനും കഴിയും. കാരണം എന്ന് വെച്ചാൽ ആന്തരിക അവയവം കോടതിയിൽ എത്തിച്ചിട്ടില്ല. അതായത് റിസൾട്ട് ഇല്ലല്ലോ. അതായത് ഇന്നും ലാബിൽ സൂക്ഷിക്കേണ്ടതല്ലേ? അത് ലാബിൽ ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നും അറിയാം. ഏതായാലും നമ്മളിപ്പോൾ കോടതിയിൽ കുറ്റപത്രം എത്തുന്നു, അതിന്റെ വാദവും മറ്റു കാര്യങ്ങളും നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും മറ്റൊരു ആശുപത്രി, മംഗലാപുരത്തെ ഏതെങ്കിലും ഇപ്പം പൂക്കോട് വെറ്റിനറി കോളേജിലെ പയ്യൻ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അവർ ഏതോ ഒരു ആശുപത്രി, ദൂരെയുള്ള ഏതോ ആശുപത്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തതുകൊണ്ടാണ്, മംഗലാപുരത്തെ ഏതോ ആശുപത്രി, അത്തരത്തിലൊരു കള്ള റിപ്പോർട്ട് കൊടുക്കാൻ പോലും ഒരു മടിക്കില്ലേ? ഇല്ല, അത് ശരിക്കാവില്ല. കാരണം ഇതിന്റെ ആന്തരിക സാധ്യത വെക്കണം. പിന്നെ ഇത് ഇപ്പൊ അച്ഛന്റെ, അതായത് ഈ നവീൻ ബാബു സാറിന്റെ തന്നെയാണോ ആന്തരിക അവയവം എന്ന് പരിശോധിക്കാൻ DNA ടെസ്റ്റ് കുട്ടികളുടെയും അച്ഛന്റെയും ചെയ്താൽ മതിയല്ലോ. ആന്തരിക അവയവൊന്നും ഇല്ല.
അങ്ങനെ സംഭവം അല്ല, ഉണ്ടായി. DNA ടെസ്റ്റ് ഇനിയിപ്പോ നടത്താൻ അദ്ദേഹത്തിന്റെ ബോഡി കത്തിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലല്ല അങ്ങനെയല്ല സാറേ. ഈ പ്രജിത്ത് എന്ന വ്യക്തി ഒരാളുടെ അല്ല സാറേ, ഞാൻ പറയുന്നത് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി. അതായത് ഒരു വ്യക്തി മരണപ്പെട്ട ആന്തരിക അവയവങ്ങൾ ഏതെങ്കിലും ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട്, ഭക്ഷണാവശിഷ്ടവും പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടും ഇതിൻ്റെ അകത്ത് റിസൾട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ റിസൾട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇത് ലാബിൽ സൂക്ഷിച്ചു വെക്കാൻ എന്നൊരു കർത്തവ്യം കൂടിയുണ്ട്, ആന്തരികാവയവങ്ങൾ. അപ്പോൾ ഈ ആന്തരികാവയവങ്ങൾ ലാബിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ, അഥവാ വേറൊരാൾ ലാബിൽ കൊണ്ടുപോയിട്ട് ഇത് നവീൻ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ ആവില്ല. കാരണം ഈ മക്കളുടെ DNA ടെസ്റ്റ് ഈ ആന്തരികാവയവം ഒന്നാണെന്ന് നോക്കിയാൽ മതിയില്ലേ? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ബഹുമാനപ്പെട്ട കോടതി സാധാരണ ഒരു കേസിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നതല്ലേ? ഇത്തരം കാര്യം പോസ്റ്റ്മോർട്ടം വരെ ചിത്രീകരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ തന്നെ ലൈഫിൽ എൻ്റെ ഒരു ബ്രദർ മരിച്ചു. ഒരു 44-കാരനായ എൻ്റെ സ്വന്തം അനിയൻ മരിച്ചു. അവൻ്റെ മരണം വീട്ടിൽ വെച്ച് അവൻ കുഴഞ്ഞു വീണാണ് അവൻ മരിക്കുന്നത്, അറ്റാക്ക് വന്നിട്ട്. ഞങ്ങളെ എല്ലാം വിളിച്ച് ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അപ്പൊ ഇവിടെ ഏത് സാന്നിധ്യം ഉണ്ടായിരുന്നു? അതാണ് എന്റെ പ്രൊസീജിയർ. അല്ല, ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? പ്രൊസീജിയർ അങ്ങനെയല്ലേ? പ്രൊസീജിയർ അനുസരിച്ച് സാറിന്റെ അനുജൻ മരണപ്പെട്ടത് കൊലപാതകമല്ല, അത് പാർട്ടിക്കാർ ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമായിട്ട് പോകും. പക്ഷേ ഇത് നിർത്തിയിരുന്നു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എൻ്റെ വേറൊരു ബ്രദറുണ്ട്, ആ ബ്രദറിന്റെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലീസ്. അല്ല, അത് നിങ്ങൾ അതുപോലെ ഇവര് ഇപ്പം നമ്മുടെ വയസ്സായ തിരുവനന്തപുരത്തിന്റെ നെയ്യാറ്റിൻകര സ്വാമീജിനെ ആ വയസ്സായ ഇതാക്കിയ പോലെ വയസ്സായവർക്ക് സത്യസന്ധമായിട്ട് മരണപ്പെട്ടവർക്കല്ല ഇവർ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉള്ളതല്ലേ? പക്ഷെ ഇതൊന്നും നടന്നില്ല. അത് ഒരു ഏറ്റവും വലിയ ഒരു തെറ്റ് അല്ലേ? ഈ പരിയാർ മെഡിക്കൽ കോളേജിൽ ഇത് ചെയ്യുമ്പോൾ പോലീസ് മരണപ്പെട്ടാൽ തന്നെ അവർക്ക് വേണ്ട കർമ്മങ്ങൾ മര്യാദയ്ക്ക് പോലീസ് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് ഒരു ബിഗ് സാല്യൂട്ട് കൊടുത്ത് അവരെ കർമ്മം അടക്കം ചെയ്യുന്നല്ലോ ഒന്ന് കാണേണ്ട കാഴ്ച. അപ്പൊ ഈ പാവം മനുഷ്യനെ കൊന്ന് അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്തിനാണ് ഇത്രയും ദ്രോഹം ചെയ്തു വെച്ചിന്? ഒരു പാവം 2 പെൺകുട്ടികളുടെ അച്ഛനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട്. എന്നിട്ട് ഇതിനകത്ത് ജയരാജ് പറഞ്ഞൊരു വാക്കുണ്ട്, ദിവ്യമോള് പാവോ, ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു. കേരളത്തിൽ ഓരോ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ദിവ്യ മാത്രമല്ല എന്ന് ചിന്തിക്കേണ്ടത് പാർട്ടിക്കാർ തന്നെയാണ്. എല്ലാവരും ഒരേ മനസ്സ് തന്നെയാണ്. അത് ഒരാൾക്ക് മാത്രം നോവ് എന്നൊന്നുമില്ല. അല്ല, ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി ഈ കുറ്റപത്രം, ഇപ്പോൾ ഇത് ആദ്യം സിംഗിൾ ബെഞ്ചായിരുന്നു, സിംഗിൾ ബെഞ്ച് കഴിഞ്ഞപ്പോൾ ഡിവിഷണൽ ബെഞ്ച് വന്നു. ഇതിലൊന്നും തന്നെ ഈ കുറ്റപത്രത്തിൽ ഒന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യം. കോടതി ചോദിച്ചില്ലേ? റിപ്പോർട്ട് ചോദിച്ചില്ല. പോലീസ് കൊടുത്തെന്നല്ലേ പറയുന്നത്? കൊടുത്തില്ല. ഇതുവരെ കേസ് ഡയറിയും കുറ്റപത്രം കേസ് ഡയറി ഒന്നും കൊടുത്തില്ല. അല്ല, അത് കൊടുക്കേണ്ടതല്ലേ? അതെ, കൊടുക്കണം. കേസ് ഡയറി കൊടുത്താൽ സാധാരണ ഒരു കേസ് വരുമ്പോഴത്തേക്ക് കൊടുക്കില്ല. അപ്പൊ അത് കോടതി നിർബന്ധപൂർവ്വം വേണമെന്ന് പറഞ്ഞാൽ എത്തിക്കേണ്ടതല്ലേ? എന്റെ അറിവ് അത് ഡിവിഷൻ ബെഞ്ച് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, സിംഗിൾ ബെഞ്ച് അതിനെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ അത് സിംഗിൾ ബെഞ്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല. ഇല്ല, അതാണ് അതിനെക്കുറിച്ച് കണ്ണൂര് നല്ല ജഡ്ജ് ഉണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ട്. കണ്ണൂർ നമ്മൾ ഈ സംസാരിക്കുന്നതിന് എന്തെങ്കിലും കോടതിയിലൂടെ ഒരു നീക്കുപോക്ക്. കാര്യം ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ കാണിച്ചിരിക്കുന്ന അതിഭയങ്കരമായ ചതി ആ ഒരു വ്യക്തിയുടെ കുടുംബത്തോടെന്നല്ല, കേരളത്തോട് കാണിച്ചിരിക്കുന്ന ചതിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞ ലോകത്തോട് കാണിച്ചിരിക്കുന്ന ചതിയാണ്. സുപ്രീം കോടതി പോകുമ്പോൾ ഒരു കേസിന് എന്തെങ്കിലും ഒരു സത്യങ്ങൾ ഒളിഞ്ഞിരിക്കും. അപ്പോൾ ഇവർ ചെയ്ത തന്ത്രം എന്ന് പറഞ്ഞാൽ കലക്ടർ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ പ്രശാന്ത്, ദിവ്യയുടെ ഭർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രജിത്ത് എന്ന ഡോക്ടർ, ഇവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെന്നല്ലേ പറയുന്നത്. ആ ലാബിൽ വരുമ്പോൾ അവരുടെ പേര് പറഞ്ഞായിരുന്നോ ഇപ്പൊ പറഞ്ഞല്ലേ? കളക്ടർ ഉണ്ടല്ലോ. കളക്ടറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഒരു കേസിൻ്റെ അകത്ത് ഒരു CBI വരാനുള്ള ഒരു രഹസ്യ സ്വഭാവമാണ്. ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ തീർച്ചയായും നിർബന്ധമായിട്ടും അവർ ഇതിനകത്ത് വരണം. ആ പേര് വന്നിട്ടില്ലെങ്കിൽ ഇവർ CBI വരാതിരിക്കാൻ തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്തത് കൊണ്ട് അവരെ അങ്ങ് ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ, ഈ പ്രജിത്തിനെ പോലുള്ളവർ ഒരു ആശുപത്രിയിലും പോയിട്ട് ഇനി വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ട സംവിധാനം, മെഡിക്കൽ എത്തിക്സിന് തെറ്റായിട്ട് നിയമ നടപടി അയാൾ എടുത്തത്. ഞാൻ എന്തായാലും ഇത് സുപ്രീം കോടതി, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രഹസ്യ സ്വഭാവം ഞാൻ കൊടുത്തൊരു പരാതിക്ക്, അപ്പോൾ ആ പരാതി ഇതിൽ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ നവീൻ ബാബു സാറിന് നീതി കിട്ടും, ഉറപ്പാണ്.